السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه المفين عهدا. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت ഹീലത്തുനാ ദ്രിക്നാ. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ മാനസികവും ശാരീരികവുമായ സർവ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിപൂർണമായ പ്രതിവിധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ മാനസികമായി വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. വിവാഹം കഴിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പരിഹാരത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായകമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വന്ധ്യകരണം അത് നടത്തുന്ന ആളുകളുണ്ട്. പലപ്പോഴും വിവാഹം കഴിച്ച ഉടനെ തന്നെ മക്കളുണ്ടാകുന്നു, വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വി വൺ അവേഴ്സ് വൺ, നാം ഒന്ന് നമുക്കൊന്ന്, ഒരു മക്കൾ മതി, അല്ലെങ്കിൽ ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി മതി എന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വി ടു അവേഴ്സ് ടു, നാം രണ്ട് നമുക്ക് രണ്ട്. ഈ മുദ്രാവാക്യം ഉയർത്തുന്ന പലരും മുസ്ലിം സമൂഹത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില ആളുകൾ വിവാഹം കഴിച്ച് ഉടനെ തന്നെ അവർക്ക് ഗർഭധാരണം ഉണ്ടാവുകയും അത് അവർ ഒരു വേള അബോർഷൻ ചെയ്ത് ഒഴിവാക്കുന്ന കടുത്ത പാതകം ചെയ്യുകയും പിന്നീട് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുകയും ചെയ്യും. അവർ ചെയ്തതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും നാം ആലോചിക്കുക, അള്ളാഹുവാണ് നമുക്ക് മക്കളെ തരുന്നത്. അള്ളാഹുവാണ് ആ മക്കളെ നിലനിർത്തുകയും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. എന്നാൽ മക്കളില്ലാത്തത് കൊണ്ട് വളരെ കൂടുതൽ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ചില ആളുകളെ നമുക്ക് കാണാം. മക്കളില്ലാത്തത് മാത്രമല്ല, അതിൻ്റെ മേൽ സഹോദരിമാർ വളരെ കൂടുതൽ പഴി കേൾക്കേണ്ടി വരികയാണ്. ഒരു വേള ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്ന്, ഭർത്താവിൻ്റെ സഹോദരിമാരിൽ നിന്ന്, ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന്, ഇനി സ്വന്തം കുടുംബത്തിൽ തന്നെ എത്ര കാലമായടോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, നിനക്ക് ഇനിയും മക്കളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുകയും ആക്ഷേപിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്നത് കേട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന, വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഒരു വിവാഹ സൽക്കാരത്തിന് പോയാൽ അവിടെയും ചർച്ച അതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്ത് നിർബന്ധമായി പങ്കെടുക്കേണ്ട സ്ഥലത്ത് പോയാൽ, ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയാൽ അവിടെയൊക്കെ ചർച്ച അതായിരിക്കും. പലരും നല്ല മനസ്സോടു കൂടി ചോദിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ സഹോദരി അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സഹോദരിമാരെ നമുക്ക് കാണാം. അവരതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് മോചനം ലഭിക്കുക? യഥാർത്ഥത്തിൽ ഒരു പക്ഷെ പുരുഷനായിരിക്കും തകരാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീക്കായിരിക്കും. എന്തായാലും ശരി, പലപ്പോഴും അത് ഹോർമോണിൻ്റെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അണ്ടോൽപാദനത്തിൻ്റെ ബീജോൽപാദനത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, ശക്തിക്കുറവ് കൊണ്ടായിരിക്കാം, ഗർഭാശയ മുഴകളോ താല്പര്യക്കുറവോ മാനസികമായ സംഘർഷമോ ആയിരിക്കാം. ഒരു പക്ഷേ നല്ല ഹീറ്റുള്ള ശരീരം, ചൂടുള്ള ശരീരമായിരിക്കാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ കൊണ്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അത് വിഷയം പഠിക്കുകയും ചെയ്താൽ ഏറെക്കുറെ പരിഹാരമാകും. പിന്നെ എന്ത് പരിഹരിച്ചാലും അള്ളാഹുവാണല്ലോ സന്താനത്ത് നൽകുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉന്നത ശീർഷനായ പ്രവാചക വരണ്യരാണല്ലോ, മഹാൻ. വിരലിലാവുന്ന പ്രവാചകരല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ലക്ഷക്കണക്കായ ലക്ഷങ്ങളിലേറെ വരുന്ന പ്രവാചകർ, അവർ മുഴുവനും മഹാനവറുകളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്
അല്ലാഹു ജല്ല ജലാലുഹു സന്താനത്തെ കൊടുക്കുന്നത് സൂറത്തു ദാരിയാത്തിൽ വിശദമായി വിശദീകരിച്ചത് നമുക്ക് കാണാം. തൻ്റെ വീട്ടിൽ അതിഥികൾ വരുന്നു. കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനേ, എനിക്ക് നിന്റെ ഇഷ്ടദാനമായി കൊണ്ടൊരു സന്താനത്ത് നൽകണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അവിടുത്തെ ഭാര്യ അജൂസുൻ അഖീം, പ്രസവിക്കാത്ത പടുക്കിളവിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആണെങ്കിലോ അവിടുന്ന് ജീവിതത്തിൻ്റെ സായം സന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്ഹാഖ് നബിയും അള്ളാഹു കൊടുക്കുന്നത്. നമുക്കറിയാം, സാറ ബീവി റളിയല്ലാഹു അൻഹാ തൻ്റെ വീട്ടിലേക്ക് 3 അതിഥികൾ വരുന്നു. അവരെ വല്ലാതെ സൽക്കരിക്കുന്നു. പക്ഷെ അതിഥികൾ ഭക്ഷണം കഴിക്കാതെ അവസാനം കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. ബീവി അത്ഭുതപ്പെട്ടു പോയി. ഫസഖത്ത് വജിഹ, അവരെ മുഖത്തടിച്ച് അവര് ശബ്ദം പുറപ്പെടുവിച്ചു പോയി, അത്ഭുതപ്പെട്ടു. പക്ഷേ മലക്കുകൾ പറയുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മറ്റൊന്നല്ല. എൻ്റെ തലയെല്ലാം നരച്ചിരിക്കുന്നു, പടുക്കിളവനായിരിക്കുന്നു, എല്ലിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്നു. എൻ്റെ ഭാര്യയാണെങ്കിലോ അവര് വന്ധ്യയാണ്, പ്രസവിക്കാത്ത പെണ്ണാണ്. എന്നിരുന്നാലും റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യത്തൻ ത്വയ്യിബ, നല്ലൊരു സന്താനത്തെ എനിക്ക് തരണമെന്ന് മഹാനായ പ്രവാചക വരണ്യർ ദുആ ചെയ്തു. അള്ളാഹു സ്വീകരിച്ചു. ആരെയാണ്? യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഉന്നതനായ പ്രവാചകനെ അള്ളാഹു അവർക്ക് നൽകി. വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രായം ചെന്ന ആളുകളെ കടത്തിവെട്ടിക്കൊണ്ടുള്ള ഇബാദത്തിലും ദൈവിക ചിന്തയിലും സർവസമയത്തും അവർ വ്യാപൃതരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു. അസത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ പ്രവാചകരാണ് അവര്. അങ്ങനെയുള്ള പ്രവാചകർ അല്ലാഹു തആല തൻ്റെ ജീവിതത്തിന്റെ സായം സന്ധിയിലാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. അത് പലപ്പോഴും നമുക്ക് കാണാം. സാധാരണ കാലത്ത് തന്നെ എത്രയോ സംഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെ എനിക്ക് പറയാൻ കഴിയും. ദമ്പതികൾ അവർ വിവാഹം കഴിഞ്ഞ് 16 കൊല്ലമായിട്ട് മക്കളില്ല. അവര് മാനസികമായി യാതൊരുവിധ സന്തോഷമില്ലാത്ത രീതിയിൽ തന്നെ ഡിവോഴ്സിലേക്ക് എത്തി. ആ ഡിവോഴ്സിന് പ്രധാനമായും കാരണം പെണ്ണാണ്. അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു ഭർത്താവിനെ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോയി. ഏതായിരുന്നാലും ഉടനെ തന്നെ അവൾക്ക് 2 കുട്ടികളുണ്ടായി. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് 8 മാസമായപ്പോഴേക്ക് തന്നെ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. പലരും സഹോദരിമാര് ചിലരൊക്കെ അങ്ങനെയാണല്ലോ, കുത്തുവാക്കുകൾ പറഞ്ഞു. ഇല്ല, അവൾക്ക് നേരത്തെ ഒരു കുട്ടിയുള്ളതാണല്ലോ, വരുമ്പോഴും ചിലപ്പം വയറ്റിലുണ്ടായിരിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ആ സഹോദരി അള്ളാഹു തആല രക്ഷപ്പെടുത്തിയത് ആ ഭർത്താവിൻ്റെ അതേ മുഖഛായയിൽ അതേ രൂപഭാവത്തിലുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തുകൊണ്ടാണ്. ഇത് അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ്. ചിലപ്പോൾ പലർക്കും പല സമയമായി കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഒരു തകരാറും ഉണ്ടായിരിക്കില്ല. അള്ളാഹു കണക്കാക്കിയിട്ടുള്ള സമയത്താണ് ഇബ്രാഹിം നബിക്കും സക്കരിയ നബിക്കും ഇതുപോലുള്ളവർക്കൊക്കെ മക്കളെ കൊടുത്തെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതത്തിലൂടെയാണ് മറിയം അലൈഹസ്സലാത്തു വസ്സലാമിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നൽകിയിട്ടുള്ളതെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയ മുഅ്മിനാത്തുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു ഭയവും പേടിയും പേടിക്കേണ്ടതില്ല. ഇനി അല്ലാഹു തആല അങ്ങനെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ വിധിയിൽ, അള്ളാഹുവിൻ്റെ ഖദായിൽ ക്ഷമിച്ചുകൊണ്ട് അഭിമാനിതരായി ജീവിക്കുകയാണ് നമുക്ക് അഭികാമ്യമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മക്കളില്ലാത്ത എത്ര പ്രവാചകന്മാരുണ്ട്, എത്ര മഹത്തുക്കളുണ്ട്. പക്ഷേ അതൊരു കുറവല്ല. പലരും മഹത്തുക്കളുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അവർ വിവാഹം തന്നെ കഴിക്കാൻ മറന്നുപോയവരുണ്ട്. വിവാഹം കഴിച്ച് ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് ചെയ്തവരുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ കാണാം. ഏതായിരുന്നാലും ഓർമ്മപ്പെടുത്തട്ടെ, ഇങ്ങനെ ജീവിതത്തിൽ
പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർ അവർ യഥാർത്ഥത്തിൽ ഈ മഹത്തുക്കൾക്ക് ദുആ ചെയ്ത പോലെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. റബ്ബൊരിക്കലും തട്ടുകയില്ല. ആ റബ്ബിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ചില പ്രത്യേകമായ രീതിയിൽ മഹത്തുക്കൾ നമ്മൾ പഠിപ്പിച്ചതുപോലെ ഈ മഹത്തുക്കളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നാം ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടുകയില്ല. യഥാർത്ഥത്തിൽ ആദ്യമായി നാം വേണ്ടത് മാനസികമായ ശക്തി സംഭരിക്കുകയാണ്. അതിനാവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. മാനസികമായ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അതുമായി ബന്ധപ്പെട്ട കാര്യം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഭർത്താവുമായി നല്ല സ്നേഹത്തോടുകൂടി നല്ല സഹവർത്തിത്വത്തോടുകൂടി ആത്മവിശ്വാസം നൽകിക്കൊണ്ട് നാം ജീവിതം മുന്നോട്ട് നയിക്കുക. എന്നാൽ ഇത്തരം ചരിത്രങ്ങളെല്ലാം, മഹത്തുക്കളുടെ ചരിത്രങ്ങളെല്ലാം പരസ്പരം അയവിറക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക. അതിൻ്റെ ഒക്കെ പുറമേ നാം പ്രത്യേകമായ ദിക്റുകളും അതുപോലെ തന്നെ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ആയത്തുകളുമെല്ലാം പ്രത്യേകമായ സമയത്ത് നാം ചെയ്യുകയാണെങ്കിൽ വലിയ ഗുണം അതുകൊണ്ട് ലഭിക്കുന്ന. ആദ്യമായി ഏറ്റവും എളുപ്പമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമം, ആ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ വചനം നാം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നമുക്ക് വലിയ മാറ്റം അതുകൊണ്ട് ലഭിക്കുന്നതാണ്. എന്താണത്? 786 പ്രാവശ്യം നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം എഴുതിക്കൊണ്ട് ധരിക്കുകയും പകലും രാത്രിയിലുമായിക്കൊണ്ട് 786 പ്രാവശ്യം അത് നാം ചൊല്ലുകയും ചെയ്താൽ നമുക്ക് വന്ധ്യത മാറിക്കൊണ്ട് അതിൽ നിന്ന് മാറ്റം വരുന്നതാണ്. അതുപോലെ തന്നെ അതേ സമയത്ത് നാം 786 പ്രാവശ്യം ബിസ്മി മാത്രം രാവിലെയും രാത്രിയുമൊക്കെ ബിസ്മി 786 പ്രാവശ്യം ചൊല്ലി, എന്നിട്ട് നമ്മൾ പ്രത്യേകമായി ധരിക്കാൻ വേണ്ടി നാം ഹ എന്നുള്ള അക്ഷരം വലുപ്പത്തിലെഴുതി 7 പ്രാവശ്യം അത് എഴുതി ഒരേ നേരെ ഇങ്ങനെ അടുപ്പിച്ചെഴുതുക. എന്നിട്ട് ആ ഹാഇൻ്റെ അതേ വലിപ്പത്തിൽ മീം 4 പ്രാവശ്യം മുകളിലും താഴെയും എഴുതുക. അതിൻ്റെ നേരെ തന്നെയാണ് ആ ഹാഇൻ്റെ വലിപ്പത്തിൽ മീം 2 വരിയിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. അതായിട്ട് മേലത്തില്ലാതെ 2 വരിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് അത് നാം ധരിക്കുക. എന്നിട്ട് നാം ചില ആയത്തുകൾ നാം പതിവാക്കുക, ചില ദിക്റുകൾ നാം പതിവാക്കുക. എന്തൊക്കെയാണ് ചെല്ലേണ്ടത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നാം തഹജ്ജുദിൻ്റെ സമയത്ത് ചെല്ലേണ്ട ചില ദിക്റുകളുണ്ട്. തഹജ്ജുദിൻ്റെ സമയത്ത് നാം രാത്രി എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരിക്കലും അള്ളാഹു തആല തട്ടിക്കളയുന്നതല്ല. ആ സമയത്ത് ആര് ദുആ ചെയ്താലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് റബ്ബിനോട് നാം പ്രത്യേകമായി ചില ആയത്തുകൾ ഓതിക്കൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉഖ്റുജു അയ്യുശ്ശയാത്തീൻ മിൻ ഹാദൽ ബത്നി വറഹ്മി ബിബറകത്തി ഹാദിഹിൽ ആയത്തി ശരീഫ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഖാലത്ത് ഇംറാത്തു ഇംറാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ എന്ന് തുടങ്ങുന്ന ആയത്ത് മിനശ് ശൈത്വാനിർ റജീം എന്നതുവരെ ആൽ ഇംറാനിലെ 36-ാമത്തെ ആയത്താണ് ആ ആയത്ത് നാം പാരായണം ചെയ്യുക. എന്നിട്ട് യാ തവ്വാബു യാ ഫത്താഹു യാ അവ്വൽ യാ ഗനി യാ മാനി യാ ബാഖി എന്ന പ്രത്യേകമായ ഇസ്മ നാം സുബഹി നിസ്കാരത്തിൻ്റെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷം 40 പ്രാവശ്യം പതിവാക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എഴുതി ധരിക്കുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലുക. അതിന് ശേഷം ഇത് ഖാലത്ത് ഇംറാത്തു ഇംറാൻ എന്നുള്ള ആയത്ത് ചൊല്ലുക. എന്നിട്ട് യാ തവ്വാബ് യാ ഫത്താഹു യാ അവ്വൽ യാ ഗനി യാ മാനി യാ ബാഖി എന്ന ഇസ്മ സുബഹിൻ്റെ മഗ്‌രിബിൻ്റെ ശേഷം 40 പ്രാവശ്യം നാം ചൊല്ലുകയും ചെയ്താൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ച കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത്
وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين എന്ന അംബിയാ സൂറത്തിലെ 87-ാമത്തെ ആയത്ത് 3 തവണ പാരായണം ചെയ്തുകൊണ്ടാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ എഴുതി കെട്ടാനുള്ളത് പറഞ്ഞു, ചൊല്ലാനുള്ളത് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ മഗ്‌രിബിന്റെ ശേഷം സുബഹിക്ക് ശേഷം ചൊല്ലാനുള്ള ദിക്റും പറഞ്ഞു തന്നു. ഇത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഏറെക്കുറെ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരമായി തീരുന്നതാണ്. ഇനി അത് കഴിയാത്ത ആളുകൾക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ സുബഹിയുടെ സുന്നത്ത് നേരത്തെ നിസ്കരിച്ച് 40 തവണ ഫാത്തിഹ സൂറത്ത് 40 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് നാം ദുആ ചെയ്ത് കഴിഞ്ഞാൽ അത് 40 ദിവസം നമ്മൾ തുടരണം. 40 പ്രാവശ്യം ഇങ്ങനെ തുടർന്നാൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സ്വാലിഹായ മക്കളെ നമുക്ക് ലഭിക്കാൻ അത് കാരണമാകും. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും എല്ലാം കൂടി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പിന്നീട് പ്രത്യേകമായി നാം അതിനുപയോഗിക്കേണ്ട ദശമൂലാരിഷ്ടം എന്ന അരിഷ്ടത്തിൽ ഇത് മന്ത്രിച്ചുകൊണ്ട് നമുക്ക് ഈ ആയത്തുകൾ മന്ത്രിച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 786 ബിസ്മി എല്ലാ ദിവസവും നാം മന്ത്രിച്ചുകൊണ്ട് അതും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കഷായമാണ് അശ്വഗന്ധ കഷായം എന്നുള്ളത്. അശ്വഗന്ധ കഷായം അമുക്കുരും അതുപോലെ തന്നെ അമൃതും സദാവരിക്കിഴങ്ങ് അതുപോലെ തന്നെ കോവള വേര് തുടങ്ങിയിട്ടുള്ള നിരവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ ചേർന്നതായതുകൊണ്ട് തന്നെ അതിൽ നാം നാരിയസ്വലാത്ത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആയത്തുകൾ ഇത് കാലത്ത് ഇമ്രാത്തു ഇമ്രാന അതുപോലെ തന്നെ റബ്ബി നീ നദർതുലക മാഫി ബത്നി മുഹററ ഇന്നല്ലാഹു ഫാലിക്കുൽ ഹബ്ബി വൻ നവാ അത് അൻആം സൂറത്തിലെ 95-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ ഹുനാലിക സക്കരിയ റബ്ബിഹി സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തുൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉദ് ദുആ എന്ന ആയത്തും ഇതുപോലുള്ള ആയത്തുകളൊക്കെ നമ്മൾ മന്ത്രിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ അതും ഉപകാരപ്പെടുന്നതാണ്. ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവിധ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കും പരിപൂർണമായ പരിഹാരം മഹത്തുക്കളെ കൊണ്ട് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രത്യേകിച്ച് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളെ നമുക്ക് നൽകുമാറാവട്ടെ. നൽകിയ സന്താനങ്ങളെ 2 ലോകത്തും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നീക്കി തരുമാറാവട്ടെ. برحمتك يا أرحم الراحمين.